ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ട് ഒരപ്പം. അത് കഴിഞ്ഞ ശേഷം അതേ മാവിൽ തന്നെ കുറച്ച് നമ്മൾ വെള്ളം നീട്ടിയിട്ട് പാലപ്പമായിട്ട് ഉണ്ടാക്കുകയാണ് പോകുന്നത്. എല്ലാവർക്കും ഇതറിയാം, പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ടു. പിന്നെ ഒരു അരക്കപ്പ് വേവിച്ച ചോറ്, പിന്നെ ഒരു 1/4 കപ്പ് ഒരു ഇച്ചിരി തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി അങ്ങ് ഒഴിച്ചു. പിന്നെ ഒരു കപ്പ് റാഗി പൗഡർ. ഞാൻ ഈ റാഗി പൗഡർ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, അതാണ് അതിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഇട്ടില്ല, കുറച്ച് 3/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇളക്കണം കേട്ടോ. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു 1/4 കപ്പ് നമ്മൾ തേങ്ങാവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 3/4 കപ്പ്, ഇപ്പോൾ ടോട്ടൽ 1 കപ്പായി കേട്ടോ. നന്നായി ഇളക്കണം മിക്സിയിലിട്ട്, അല്ലെങ്കിൽ ആ പൗഡർ എല്ലാം കൂടെ മേലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കുന്നത് ആ വെള്ളത്തിനോട് കൂടി. എന്നിട്ടും നമുക്ക് ആ വെള്ളം തികഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് ഞാൻ ചേർക്കുകയാണ്. അത് ചെറിയ കപ്പാട്ടോ, 1/4 കപ്പിൻ്റെ കപ്പാണത്. അതിലാണ് ഞാൻ ഈ അരക്കപ്പ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കുക. നന്നായി ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ. എൻ്റെ ചാനലിന് ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം, കമൻറ്റുകൾ എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാനത് ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടി പുളിക്കാൻ വേണ്ടിയിട്ടൊരു ഇവിടുത്തെ ക്ലൈമറ്റിന് ഒരു 8 മണിക്കൂറോളം ആകും അത് പുളിച്ചൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഇത് എനിക്ക് കൃത്യമായിട്ട് തന്നെ ഒരു 7 മണിക്കൂറും കൂടെ കഴിഞ്ഞു, 8 മണിക്കൂറായി നന്നായി പുളിച്ച് പൊങ്ങി വരാനായിട്ട്. ഇനി നമ്മളത് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അത് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കണമെങ്കിലും അപ്പത്തിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു അളവാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. പാലപ്പം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് പാലപ്പം എടുക്കുക. ഇതിപ്പോൾ അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. വെറുതെ അത് ദോശക്കല്ലിൽ വെച്ച് ഞാനങ്ങ് ചുട്ടെടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ സ്റ്റൂ വെച്ചോ, ചിക്കൻ കറി വെച്ചോ, കടലക്കറി വെച്ചോ, എന്തെങ്കിലും കറി വെച്ചിട്ട് നമ്മളിത് കഴിക്കാം. ഞാനിതിന് കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കടലക്കറിയുടെ പോസ്റ്റിംഗ് ഞാൻ നാളെ ഇടാം കേട്ടോ. പിന്നെ ഞാനിത് പാലപ്പം ഉണ്ടാക്കി നോക്കുകയാണ്. ആദ്യം ഞാൻ അതേ മാവിൽ തന്നെ ഉണ്ടാക്കി നോക്കി, കുറച്ച് തിക്നെസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അത് നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. അത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അതങ്ങ് ഉണ്ടാക്കി അതെടുത്താൽ മതി, പാത്രത്തിൽ നിന്ന് അതെടുത്താൽ മതി കേട്ടോ. കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം എനിക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പവും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഒരു കപ്പിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുറച്ച് ഒരു 5-6 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അപ്പം ഞാനിപ്പോൾ കടലക്കറിയുടെ കൂട്ടത്തിലാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളും. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.